ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ വേനൽ ചൂടിന് നമ്മളെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ്. ഒരു വാട്ടർമെലൺ ഡ്രിങ്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. വാട്ടർമെലൺ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇത് കഴിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു ഡ്രിങ്കാണിത്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ഈ വത്തക്ക വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് ചെയ്യുന്നത്. വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ എന്ന് പറയും. വാട്ടർമെലൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഇതിൻ്റെ പീസ് കുരു കളഞ്ഞിട്ട് ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെക്കാം. ഇങ്ങനെ വാട്ടർമെലൺ ഞാൻ കുരും തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് ചിരകിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചെയ്യുമ്പോഴൊക്കെ നേരിട്ടെടുത്താൽ മതി, ഫ്രീസറിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അപ്പൊക്കെ ചിരകി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാര ആവശ്യത്തിന് എടുക്കുക. മധുരം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 2-3 ഏലക്കായ, ഇത്രയും മതി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള ഈ തേങ്ങ ഇട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് 2 ഏലക്ക, 2-3 ഏലക്ക നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഏലക്ക, അതുപോലെ തേങ്ങ, കുറച്ച് വെള്ളം. ഇത് നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇടാം. ഇത് തണുപ്പ് കൂടുതൽ കഴിക്കുന്നവർക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഞാൻ ഐസ് വാട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിപ്പി കൂടെ ഒന്ന് അരിച്ച് മാറ്റാം. നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ പാലാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും പഞ്ചസാരയും ഏലക്കായും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വത്തക്ക ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വത്തക്ക ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണിത്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്ക്ക് മാറ്റാം. മിക്സ് നമുക്കൊരു സെർവിങ് ഗ്ലാസ്ക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വാട്ടർമെലൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഈ വേനൽ ചൂടിലൊക്കെ നമ്മുടെ ഒരുപാട് കൂളാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിത്. നമ്മൾ തേങ്ങാപ്പാൽ മാത്രമൊക്കെ അങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്തിട്ട് ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തൊരു ഇതിൽ കാണാം. ഓക്കെ, ബൈ.